കേരളം വിടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറിച്ചാണ്. 2005 UPA സർക്കാരിന്റെ ഭരണകാലത്താണ് ബജറ്റ് എയർലൈനായി എയർ ഇന്ത്യക്ക് കീഴിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആരംഭിക്കുന്നത്. ബോയിങ് 737 വിമാനങ്ങൾ ഉപയോഗിച്ച് പൂർണ്ണമായും എക്കണോമി ക്ലാസുകളുള്ള വിമാനങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൽ തന്നെ പ്രധാനമായും കേരളം ആസ്ഥാനമാക്കി ഗൾഫ് സെക്ടറിലേക്കായിരുന്നു സർവീസുകൾ കൂടുതലും ഉണ്ടായിരുന്നത്. വൈകാതെ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഹബ്ബാക്കി മാറ്റുകയും ചെയ്തു. 2022 ടാറ്റ എയർ ഇന്ത്യയെ ഏറ്റെടുത്തതോടു കൂടിയിട്ടാണ് കേരളത്തിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് ഘട്ടം ഘട്ടമായി പിന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. എയർ ഇന്ത്യയെ ടാറ്റ ഏറ്റെടുത്തതോടുകൂടി അവരുടെ കീഴിലുണ്ടായിരുന്ന എയർ ഏഷ്യ ഇന്ത്യയെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ലയിപ്പിക്കുകയും ചെയ്തു. ഇത് കൂടുതൽ വിമാനങ്ങളെത്തി സർവീസ് കൂടുതൽ മികച്ചതാക്കുന്നതിന് പകരം പ്രതിസന്ധി കൂടുതലാക്കുകയാണ് ചെയ്തത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2025 5687 കോടിയായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നഷ്ടം ഉയർന്നത്. 2024 ഇത് വെറും 1347 കോടിയായിരുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം സീസൺ അടിസ്ഥാനമാക്കി അല്ലാതെയുള്ള കേരളത്തിൽ നിന്നും ഗൾഫ് സെക്ടറിലേക്കുള്ള ആളുകളുടെ ഒഴുക്കായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഏറ്റവും പ്രധാന വരുമാന സ്രോതസ്. ടാറ്റ ഏറ്റെടുത്തതോടുകൂടി ഈ സർവീസുകളെ വടക്കേ ഇന്ത്യയിലേക്ക് പുനർക്രമീകരിക്കുകയും ഗൾഫ് സെക്ടറിന് പകരം ആഭ്യന്തര സർവീസിലേക്ക് കൂടുതലായി നേട്ടം പോവുകയും ചെയ്തു. ഗൾഫ് സെക്ടറിന് പകരം ആഭ്യന്തര സെക്ടറിന് ഊന്നൽ നൽകുകയും ചെയ്തു. എന്നാൽ ഈ തന്ത്രം പാളിപ്പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.